ശരി, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വായിച്ചു നോക്കിയേ. ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി വാസ് പാസ്ഡ് ത്രൂ ടു സെപ്പറേറ്റ് ഇലക്ട്രോലൈറ്റിക് സെൽസ് കണ്ടെയ്നിങ് സൊല്യൂഷൻസ് ഓഫ് nickel nitrate and chromium nitrate respectively. If 0.3 gram of nickel was deposited in the first cell, the amount of chromium deposited is. ഒരാളുടെ മാസ് ഉണ്ട്, മറ്റേ മാസ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ നിങ്ങൾ പറ. ഓക്കെ, അതെ, വെരി ഗുഡ്. W1/W2 is equal to E1/E2. അപ്പോൾ നിങ്ങൾ ചെയ്യൂ. W1/W2 is equal to E1/E2. ഒന്നാമത്തെ ആളിനെ നിക്കലായിട്ട് എടുക്കുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എങ്ങനെയാണ് നിങ്ങൾ ഇക്കലൻ മാസ് കണ്ടുപിടിക്കുക? അറ്റോമിക് മാസ് ബൈ വാലൻസി, ശരിയല്ലേ? നിക്കൽ Ni2+ ആണ്, ക്രോമിയം Cr3+ ആണ്. അത്രയും ഞാൻ പറഞ്ഞു തരേണ്ടതുള്ളൂ. അത് ഞാൻ പറഞ്ഞു തരേണ്ടതല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എത്രയും വേഗം ചെയ്തിട്ട് ആൻസർ പറയാം. ചെയ്ത് കഴിഞ്ഞാ? എത്ര മക്കളെ? 0.17 gram റൈറ്റ് ആൻസർ. അപ്പോൾ ഇനി ഞാൻ നിൽക്കണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ള ഐഡിയ മനസ്സിലായല്ലോ? മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 22. എ ഫാക്ടറി പ്രൊഡ്യൂസേഴ്സ് 40 gram of calcium in 2 hours by electrolysis. How much aluminium can be produced by the same current in 2 hours എന്നാണ് ക്വസ്റ്റ്യൻ. എ ഫാക്ടറി പ്രൊഡ്യൂസേഴ്സ് 40 kilogram of calcium in 2 hours. ഓക്കെ, ഹൗ മച്ച് അലുമിനിയം ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം കറണ്ട് ഇൻ 2 hours. അവിടെ അപ്പോൾ കറണ്ടും സെയിം ആണ്, അതുപോലെ ടൈമും സെയിം ആണ്, ശരിയല്ലടാ? അപ്പോൾ ഒരാളുടെ മാസ് ഉണ്ട്, മറ്റേ ആളുടെ മാസ് ചോദിച്ചു. W1/W2 is equal to E1/E2. ചെയ്യൂ, ആൻസർ പറയൂ. കിട്ടിയാ? അതെ, ഓക്കെ, വെരി ഗുഡ്. 18. അടുത്ത പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. ക്വസ്റ്റ്യൻ നമ്പർ 23 എന്താ? ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഹാസ് ടു ബി പാസ്ഡ് ത്രൂ 200 ml of 0.5 molar CuSO4 solution to completely deposit copper. നല്ല ക്വസ്റ്റ്യൻ ആണ്. How much quantity of electricity has to be passed through 200 ml of 0.5 molar CuSO4 solution to completely deposit copper എന്നാണ്. അപ്പം നമ്മൾ ആദ്യം 200 ml 0.5 molar ഒന്ന് അനലൈസ് ചെയ്യാം. വാ, ഇതൊക്കെയാണ് കുറച്ചുകൂടെ നമുക്ക് എന്താണ് കൺസെപ്റ്റുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന ക്വസ്റ്റ്യനുകൾ. 200 ml 0.5 molar 0.5 molar. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു
normality into volume in liter ആണ് number of moles. Okay, sir. Number of gram equivalents ആണ് കുറേ കൂടെ നല്ലത്. ഇവിടെ എഴുതിയപ്പം തെറ്റിയല്ല, ഞങ്ങൾ പറയാത്തത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രോളിസിന്റെ പ്രോബ്ലം വരുമ്പോൾ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ആണ് എപ്പോഴും സേഫ്. അപ്പോൾ ഇത് CuSO4 ആണ്, ഇതിൻ്റെ മൊളാരിറ്റിയാണ് തന്നിട്ടുള്ളത്. സോ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു എക്സ് ആണ് നമ്മുടെ ഫോർമുല. സോ മൊളാരിറ്റി എന്ന് പറയുന്നത് 0.5, എക്സ് എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പോൾ അത് 1 എന്ന് കിട്ടും. 0.5 × 2 അത് 1 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ അത് 0.2 ശരിയല്ലേ? കാരണം 200 ml ആണ്, അപ്പോൾ 0.2 ലിറ്റർ ആണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് 0.2 ഗ്രാം ഇക്വലൻ്റ് എന്ന് കിട്ടി. ഓക്കെ, 1 ഗ്രാം ഇക്വലൻ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇത് കൂളമ്പിലാണോ അതോ ഫാരഡയിലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. കൂളമ്പിലാണ്. ഓക്കെ, അപ്പോൾ 1 ഗ്രാം ഇക്വലൻ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ 96,500 കൂളം വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. എങ്കിൽ 0.2 ഗ്രാം ഇക്വലൻ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര വേണം? 0.2 × 96,500 കൂളം വേണം. മനസ്സിലായെന്നോ ഇല്ലെന്നോ? ക്വസ്റ്റ്യൻ കാണുന്നത് പോലെ ഡിഫിക്കൽട്ട് അല്ല, എത്ര ഈസി ആയിട്ടാണ് ഞാനിത് ചെയ്തത് എന്നാണ്. അതായത് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് നോക്കുക, നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. മൊളാരിറ്റി ഉണ്ട്, യു റൈറ്റ് ദ നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ ആക്കി എഴുതുക. സോ അറ്റ് ദാറ്റ് ടൈം യു ഗെറ്റ് 0.2 ഗ്രാം ഇക്വലൻസ്. സോ 1 ഗ്രാം ഇക്വലൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ യു റിക്വയർ 96,500 കൂളം, ആൻഡ് ഫോർ 0.2 ഗ്രാം ഇക്വലൻസ് യു റിക്വയർ 0.2 × 96,500 കൂളം. ക്ലിയർ? ക്ലിയർ. ഓക്കെ, സോ നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.2 × 96,500 ഉണ്ടാ? ഏത് ഓപ്ഷൻ? എന്താ കേട്ടില്ല? ഓ, പോയിന്റ് അല്ലല്ല, 0.2 അവിടെ ഇല്ല, ഓപ്ഷൻ ഇല്ല. അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. 0.2 പകരം വേറൊരു ഓപ്ഷൻ ഉണ്ട്. 0.2 × 96,500 കൂളം എന്നാണ് ഞാൻ ബോർഡിൽ എഴുതിയ ആൻസർ. ശരിയല്ലേ? അതിന് തുല്യമായ ഒരു ആൻസർ ഇവിടെ കാണും. നോക്ക്, ഏതാണ് ഓപ്ഷൻ? എല്ലാരും നോക്കിയേ. അതായത് 2 × 96,000 അല്ല 9650 എന്ന് എഴുതിയാൽ മതി. 0.2 അങ്ങോട്ട് മാറിക്കോളും. മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് കറണ്ട് സ്ട്രെങ്ത് ഇൻ ആംബിയർ വിൽ ബി റിക്വയർഡ് ടു ലിബറേറ്റ് 10 gram of iodine from potassium iodide solution in 1 hour? അല്ലേ? കറണ്ട് സ്ട്രെങ്ത് I കണ്ടുപിടിക്കണം അല്ലേടാ? I പിന്നെ W തന്നിട്ടുണ്ട്. W = M × I × T / 96,500 into V. M × I × T / 96,500 V. അപ്പോൾ M എത്ര? M what is the W = W എത്രയാണ്? 10 അല്ലേ? 10 = M എത്രയാണ്? അയഡിൻ്റെ അറ്റോമിക് മാസ്. വാട്ട് ഈസ് അറ്റോമിക് മാസ് ഓഫ് അയഡിൻ? 127. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ്. W = M × I × T / 96,500 V. ഓക്കെ, M എന്ന് പറയുന്നത് 127. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, വാട്ട് ഈസ് W? W എത്ര തന്നിട്ടുള്ളത്? 10 gram അല്ലേ? 127 into I current in ampere into T time in second. എത്ര സമയം ഇവിടെ? 1 hour. 1 hour ആകുമ്പോൾ 60 × 60 × 6 അല്ല into 60 എത്രയല്ലേ ഉള്ളൂ? 1 hour എന്ന് പറയുമ്പോൾ 1 × 60 × 60. ഓക്കെ, /
96,500 into valency of iodine 1. Iodine valency 1. Okay, I minus. Okay. അപ്പോൾ അവിടെ നിന്ന് I കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ചെയ്ത് കണ്ടുപിടിക്കുക, വേഗം ആവട്ടെ. ഒരുപാട് സമയം എടുക്കാതെ വേഗം ആവട്ടെ. പറഞ്ഞോ ഓപ്ഷൻ. ഒരു മിനിറ്റ്. റെഡി ആൻസർ? ആ 2.11 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ അല്ലോ. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 25. ഹൗ മെനി ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആർ ലിബറേറ്റഡ് അറ്റ് കാഥോഡ് വെൻ 965 കൂളംസ് ഓഫ് ചാർജ് ഈസ് പാസ്ഡ് ത്രൂ വാട്ടർ? അല്ലേ, 965 കൂളംസ് കടത്തിവിടുമ്പോൾ എത്ര ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. How will you find out number of atoms deposited? പറഞ്ഞേ. Number of atoms deposited എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W divided by M number of moles into Avogadro number. ശരിയല്ലേ? W by M എത്രയാണ്? I into T divided by 500. വിയും കൂടെ ഉണ്ട് അല്ലേ? into Avogadro number. ശരിയാണല്ലോ? I in T 965 എന്ന ക്വസ്റ്റ്യനിലുണ്ട്. I into T ചാർജ് 965 എന്നല്ലേ തന്നിട്ടുള്ളത്? 965 കൂളം ഡിവൈഡ് ബൈ 96,500 ഇൻറ്റു ഹൈഡ്രജൻ്റെ വാലൻസി 1 ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ലേടാ? അപ്പോൾ ഇത് 1/100 എന്ന് വരും അല്ലേ? അപ്പോൾ 10⁻² ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ. അപ്പോൾ 6.02 ഇൻറ്റു 10⁻² എത്ര വരും? 10⁻21 എന്ന് വരും അല്ലേടാ? 21. ഒരൊറ്റ മിനിറ്റ്, എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ആൻസർ അതെ കറക്റ്റ് തന്നെ. 10⁻² അവഗാഡ്രോ നമ്പർ 6.02 ഇൻറ്റു 10⁻21. ഇനി ഞാൻ ഇടയ്ക്ക് എനിക്കറിയാതെ വേറൊരു ചിന്ത എൻ്റെ മനസ്സിൽ കയറി വന്നു. അതൊരു തെറ്റായ ചിന്തയായിരുന്നു. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഇവിടെ നിന്ന് അല്ല, നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റു അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടുമെന്നൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. അല്ല, ഏത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. കാരണം നമ്മളിവിടെ അറ്റോമിക് മാസ് അല്ലേ ഇടുന്നത്. അപ്പോൾ ആറ്റംസിനെ കറസ്പോണ്ടിങ് ആണ് കിട്ടുന്നത്. മോളിക്കുലർ മാസ് ഇട്ടാലേ മോളിക്യൂൾസ് കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് ആണ് ഈ എഴുതി കാട്ടി വെച്ചിരിക്കണതല്ല. ക്ലിയർ? അടുത്തത് പോവാം. Okay, so moving to next question 26. The volume of hydrogen gas liberated at STP when a current of 5.36 ampere is passed through dilute H2S for 5 hours will be അല്ലേ? Volume of hydrogen liberated എന്താ ഇക്വേഷൻ? ആൻസേഴ്സ് ലിറ്ററിലാണ് കിടക്കുന്നത്. സോ 11.2 ഇൻറ്റു എത്രയാണ്? Q divided by 96,500. അപ്പോൾ Q എത്ര? 5.36 ഇൻറ്റു 5 hours. 5 into 60 into 60 divided by 96,500. ചെയ്യാൻ പറ്റുമല്ലോ?
ആ ചെയ്യാൻ പറ്റും. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ മൂവ് ചെയ്യട്ടെ, അതായത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കുറഞ്ഞു പോകും. ഞാൻ മൂവ് ചെയ്യട്ടെ. ഓക്കെ. ക്വസ്റ്റ്യൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇന്നലെ അപ്ലോഡ് ചെയ്തല്ലോ. അപ്ലോഡ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അല്ല, എ സർട്ടൺ കറണ്ട്, അതല്ലേ, എ സർട്ടൺ കറണ്ട് ഡെപ്പോസിറ്റ്സ് 0.5 gram of hydrogen in 2 hours. The amount of copper liberated from a solution of copper sulfate by the same current flowing for the same time would be. A certain current deposits 0.5 gram of hydrogen in 2 hours. Okay. The amount of copper liberated. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ആണ് കണ്ടുപിടിക്കുക. ഹൈഡ്രജൻ്റെ മാസ് ഉണ്ട്, അതുപോലെ കോപ്പറിൻ്റെ മാസ് കണ്ടുപിടിക്കണം അല്ലേടാ. W1 by W2 is equal to E1 by E2. Hydrogen equivalent mass 1, copper equivalent mass 31.75. മറ്റവൻ്റെ മാസം ഉണ്ട്. W1 by W2 is equal to E1 by E2. ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? പറ്റും. ഞാൻ അടുത്ത ദിവസം പോട്ടാ. അങ്ങനെ വെച്ചാലേ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കൺസെപ്റ്റുകൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തെത്തും. 28. From the solution of an electrolyte, 1 mole of electron will deposit at cathode. From the solution of an electrolyte, 1 mole of electron will deposit at cathode. അതായത് 1 mole of electrons നമ്മൾ കയറ്റി വിട്ടാൽ അത് 1 farad അല്ലേ? 1 mole of electronന്റെ ചാർജാണ് 1 farad. 1 farad കടത്തി വിട്ടാൽ കാഥോഡിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യുമെന്നാണ്. 1 gram equivalent ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് 1 gram equivalent എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ 63.5 grams ഓഫ് കോപ്പർ എന്നാണ്. അത് 1 gram equivalent അല്ല, കാരണം 31.75 ആണ് കോപ്പറിൻ്റെ ഇക്വലന്റ് മാസ്. അതാണ് 1 gram equivalent. ഇത് 2 gram equivalent ആയിപ്പോയി. 24 gram ഓഫ് മെഗ്നീഷ്യം 1 gram equivalent അല്ല, 12 gram ഓഫ് മെഗ്നീഷ്യം ആണ് 1 gram equivalent. ഓക്കെ. അതുപോലെ 11.5 gram ഓഫ് സോഡിയം അല്ല, കാരണം 23 gram ആണ് അതിൻ്റെ ഇക്വലന്റ് മാസ്. അപ്പോൾ 1 gram equivalent 23.5 അല്ല, 23 എന്ന് വരും. ഓക്കെ. അടുത്ത അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് 27 ആണ്. 27 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9 gram ഓഫ് അലുമിനിയം ആണ് 1 gram equivalent. അപ്പോൾ 1 mole ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1 farad. ആ 1 farad കടത്തി വിട്ടാൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യും? 1 gram equivalent ഡെപ്പോസിറ്റ് ചെയ്യും. താഴെ തന്നിരിക്കുന്നതിൽ 1 gram equivalent ഏതാണ്? 9 gram ഓഫ് അലുമിനിയം. മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. അപ്പോൾ സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 29. When an electric current is passed through acidilated water, 112 ml of hydrogen gas at NTP is collected at the anode in 965 seconds. The current passed in ampere is. Okay. ഇവിടെ ഹൈഡ്രജൻ്റെ വോളിയം ഉണ്ട്, ഞാൻ കറണ്ടാണ് കണ്ടുപിടിക്കാൻ അല്ല 96 ഓക്കെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത് I. അപ്പോൾ എന്താ ഇക്വേഷൻ സർ? വോളിയം ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റഡ് ഇസ് ഈക്വൽ ടു 11,200 ഇൻറ്റു I ഇൻറ്റു T ഡിവൈഡ് ബൈ 96,500. അതിൽ T ഉണ്ട്, I കണ്ടുപിടിക്കണം. ബാക്കി എല്ലാ ടൈമും അതിനകത്തുണ്ട്. ചെയ്യാൻ പറ്റുമല്ല? എല്ലാവരോടുമാണ് ചോദിക്കുന്നത്. ചെയ്യാൻ പറ്റും. ഓക്കെ. എന്നാലും പറയരുത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 30. ക്വസ്റ്റ്യൻ നമ്പർ 30 എന്താ? 30. In an electroplating experiment, m gram of silver is deposited when 4 ampere of current flows for 2 minutes. The amount in gram of silver deposited by 6 ampere of current flowing for 40 seconds will be എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ W1 by W2 is equal to E1 by E2 എന്ന് അങ്ങനെ വേഗം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ കറണ്ടും എന്താണ് ടൈമൊക്കെ ഡിഫറൻ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യും? ഇത്രയേ ഉള്ളൂ. W is equal to m into I into T divided by 96,500 V. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് W1 is equal to M1 I1 T1 divided by 96,500 V1. അപ്പോൾ W2 is equal to കിട്ടും M2 I2 T2 divided by 96,500 V2. നമുക്ക് റേഷ്യോ എടുക്കാം. W1 by W2 is equal to പറഞ്ഞേ M1 by M2 എന്ന് വരും അല്ലേ? ഇൻറ്റു I1 divided by I2 എന്ന് വരും ഇൻറ്റു T1 divided by
T1 divided by T2 എന്ന് വരും ഇൻറ്റു V2 divided by V1 എന്ന് വരും. 96,500 ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇനി ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ in an electroplating experiment m gram of silver is deposited എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആളിനെ സിൽവർ എന്നെടുത്ത് അതിൻ്റെ m gram ആണ് ഡിവൈഡ് ബൈ W2 രണ്ടാമത്തെ ആളിൻ്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഞാൻ വായിക്കാമേ. 4 ampere of current flows for 2 minutes. The amount of silver deposited by 6 ampere. ഓക്കെ, ഇനി M1 M2 ഓക്കെ, രണ്ട് സിൽവർ തന്നെ. അപ്പോൾ M1 M2 ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ബാലൻസ് സെയിം ആണ്, രണ്ട് സിൽവർ ആയതുകൊണ്ട് അതും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ I1 എത്ര മക്കളെ? I1 എന്ന് പറയുന്നത് 4 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തതെന്ന് പറയുന്നത് 6 ആംപിയർ ആണ് ഇൻറ്റു T1. ആദ്യത്തെ സമയം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്, അത് 2 × 60 ആണ് ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് 40 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇത് 40. ഓക്കെ, അപ്പോൾ M ഡിവൈഡ് ബൈ W2 is equal to 4/6 ഇൻറ്റു 2 × 60. സോ ഈ 4ഉം 40യും ക്യാൻസൽ ആയിപ്പോയി. ഇത് 10 ശരിയല്ലടാ. ഈ 10ഉം ഈ ഇതും ക്യാൻസൽ ആയിപ്പോയി, 6ഉം 6ഉം ക്യാൻസൽ ആയിപ്പോയി. സോ M is equal to 2 × W2 എന്ന് കിട്ടി. കറക്റ്റ് തന്നെ. M is equal to 2 × W2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് W2 ആണ്. W2 is equal to M/2 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ എന്തെന്നാണ് നമുക്ക് ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 30 ഇതിനകത്ത് M/2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ in an electroplating experiment m gram of silver is deposited when 4 amperes of current flowing for 2 minutes. The amount in gram of silver deposited by 6 amperes of current flowing for 40 seconds will be. Okay, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി M/2. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 31. 3 Faradays of electricity was passed through an aqueous solution of iron to bromide. The weight of iron metal deposited at the cathode ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 Faradays of electricity was passed through an aqueous solution of iron to bromide. The weight of iron metal deposited the cathode. ഞാൻ ചെയ്യണില്ല. W is equal to M × I × T divided by 96,500 V. കണ്ടുപിടിക്കേണ്ടത് W ആണ്. ഓക്കെ, അപ്പോൾ M എത്ര? അപ്പോൾ കണ്ടുപിടിക്കേണ്ട അയണിൻ്റെ മാസാണ്. M ക്വസ്റ്റിൽ തന്ന് 56 ഇൻറ്റു I കറണ്ട് ഇൻ ആംപിയർ എത്രയാണ്? 3 Faradays of electricity എന്നല്ലേ. അപ്പോൾ അത് Q ആണ് തന്നിരിക്കുന്നത്, ചാർജ് ആണ്. അപ്പോൾ I × Tക്ക് പകരം അത് ഇട്ടാൽ മതി. 3 Faradays എന്നുള്ളത് 3 × 96,500 ഇടുന്നത്, അതാണ് കറക്റ്റ്. ഡിവൈഡ് ബൈ 96,500 വരും. അപ്പോൾ ക്യാൻസൽ ചെയ്ത് എളുപ്പത്തിൽ ഇൻറ്റു V എന്ന് പറഞ്ഞാൽ വാലൻസി. ഇത് ആരാണ്? അയൺ 2 എന്നല്ലേ. അപ്പോൾ വാലൻസി 2, ഫെറസിൻ്റെ വാലൻസി 2, ഫെറിക് വാലൻസി 3. ചെയ്യാൻ പറ്റുമല്ല. അടുത്ത് ഓൺ പാസിംഗ് 3 ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 32. On passing 3 amperes of electricity for 15 minutes, 1.8 gram metal deposits. The equivalent mass of the metal is. Okay, അപ്പോൾ equivalent mass ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്കൊന്നും പറയാനില്ല. W is equal to E × 96,500 E × I × T divided by 96,500. അവിടെ V ഇല്ല. W എന്ന് പറയുന്നത് 1.8 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. W is equal to E × E, അതാണ് കണ്ടുപിടിക്കേണ്ടത്. I എത്ര? I കറണ്ട് ഇൻ ആംപിയർ 3 ആംപിയർ. T ടൈം ഇൻ സെക്കൻഡ് 50 × 60 ഡിവൈഡ് ബൈ 96,500. അവിടെ നിന്ന് E കിട്ടുമല്ല. കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം 32ഓളം ക്വസ്റ്റ്യനുകൾ ചെയ്ത് കഴിഞ്ഞു. പല രീതിയിൽ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ കറണ്ട് ഓഫ് 3 ആംപിയർ ടു ഡീകമ്പോസ് 36 gram ഓഫ് വാട്ടർ? ഹൈഡ്രജൻ ഈസ് 1 അറ്റോം ഇക്വലന്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, 3 ആംപിയർ ടു ഡീകമ്പോസ് 36 gram ഓഫ് വാട്ടർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ കറണ്ട് ഓഫ് 3 ആംപിയർ ടു ഡീകമ്പോസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഹൗ ലോങ് T കണ്ടുപിടിക്കണം. W എത്ര? 36 gram ഓഫ് വാട്ടർ ആണ് ഡീകമ്പോസ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ W 36 കൊടുക്കുക. W is equal to M
അല്ലേ? എം അല്ല, ഇ കൊടുക്കണം. M/V ആണ്. കാരണം ഇവിടെ എലമെൻ്റ് ആണെങ്കിൽ M/V കൊടുക്കാമായിരുന്നു. ഇത് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വലൻ്റ് മാസ് കൊടുക്കണം. സോ വാട്ട് ഈസ് ദ ഇക്വലൻ്റ് മാസ് ഓഫ് വാട്ടർ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ടർ എടുക്കുമ്പോൾ ഒരു സബ്സ്റ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചോളണേ. വാട്ട് ഈസ് ദ ഇക്വലൻ്റ് മാസ് ഓഫ് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഹൈഡ്രൻ്റെ ഇക്വലൻ്റ് മാസ് അവിടെ കൊടുക്കണം, വാട്ടറിൻ്റെ ഇക്വലൻ്റ് മാസ് അവിടെ കൊടുക്കണം. ഇതാണ് ഓക്സിജൻ്റെ ഇക്വലൻ്റ് മാസ് കൊടുക്കണം. ഇതാണ് വാട്ടറിൻ്റെ ഇക്വലൻ്റ് മാസ്. ഓക്കെ, അതുപോലെ ഏത് കോമ്പൗണ്ട് ആണെങ്കിലും ഇപ്പോൾ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 ഒന്ന് കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്, കൊടുക്കരുത്. ഓക്കെ, അതായത് അത് മോൾ കൺസെപ്റ്റ് ആകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഇക്വലൻസ് ആകുമ്പം ഇത് ഹൈഡ്രജൻ്റെ ഇക്വലൻറ്റ്, 1 ഇക്വലൻസ് ഓഫ് ഹൈഡ്രജൻ ഈസ് കമ്പൈൻഡ് വിത്ത് 1 ഇക്വലൻറ്റ് ഓഫ് ഓക്സിജൻ. അതാണ് ഈ കറക്റ്റ്. 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് കമ്പൈൻസ് വിത്ത് 1 മോൾ ഓഫ് ഓക്സിജൻ. അത് മോൾ കൺസെപ്റ്റ്. ഇത് അങ്ങനെ ഇത് ഇക്വലൻസ് ആണ്. അപ്പം മൊത്തം 9 എന്നാ വരിക. അപ്പോൾ ഇക്വലൻ്റ് മാസ് 9 കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ 36 is equal to 9 into ഇക്വലൻ്റ് മാസ് 9 into I എത്ര തന്നിട്ടുണ്ട്? I 3 തന്നിട്ടുണ്ട്. ഉണ്ടാ? ഹൗ ലോ അല്ല, ഒറ്റ മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാം. ഹൗ ലോങ്? ഓക്കെ, 3 ആംപിയർ. ഓക്കെ, ഇനി ഇനി 96,500 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ചെയ്യോ? ചെയ്ത് ആൻസർ കണ്ടിട്ട് പിടിച്ചിട്ടും പോവാം. W is equal to E into I into T divided by 96,500. കിട്ടിയ ആൻസർ അവേഴ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ കിട്ടുന്നത് സെക്കൻഡിലായിരിക്കും. അതേ ഡിവൈഡ് ബൈ 3600 ചെയ്യണം. ഒരാൾക്ക് കിട്ടിയാൽ പോവാം, വേഗാവട്ടെ. അതെ, 36 ആണ്. 36 hours. അടുത്ത് പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. 4 moles of electrons were transferred from anode to cathode in an experiment on electrolysis of water. Total volume of 2 gases, ഒന്ന് dry and at STP produced will be 4 moles of electrons were transferred from anode to cathode in an experiment on electrolysis of water എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് 4 ഫാരഡേ. അപ്പോൾ 4 ഫാരഡേ ഇൻവോൾവ് ചെയ്താൽ ആനോഡിൽ എത്ര, കാഥോഡിൽ എത്ര, അത്രയും കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു മിനിറ്റ്, എല്ലാവരും വന്നേ. ഓക്കെ, 1 ഫാരഡേ കടത്തി വിട്ടാൽ ഹൈഡ്രജൻ 11.2 ലിറ്റർ കിട്ടും. അപ്പോൾ 4 ഫാരഡേ കടത്തി വിട്ട് കഴിഞ്ഞാൽ 11.2 × 4 കിട്ടും. ഇത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഓക്സിജൻ 1 ഫാരഡേ ആണെങ്കിൽ എത്ര കിട്ടും? 5.6 ലിറ്റർ കിട്ടും. ശരിയല്ലേ? 4 ഫാരഡേ ആണെങ്കിൽ എത്ര കിട്ടും? 5.6 × 4 ലിറ്റർ.
ശരി തന്നെയല്ല? 11.2 into 4 എത്രടാ? 44.8 ആടേ അല്ലേ? 5.6 into 4 എന്ന് പറയുന്നത് 22.4 അല്ലേ? ഇത് 2 4 2 6 1 7. ഓക്കെ, 67.2 ലിറ്റർ അല്ലേ? ഓക്കെ, സാധാരണ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ സാധാരണ തോന്നും. സർ, 4 moles ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫ്രം ആനോഡ് ടു കാഥോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആനോഡ് ടു കാഥോഡ്. അപ്പം 2 moles ഇവിടെ 2 moles അവിടെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും അല്ല. കാരണം കറക്റ്റ് കൺസെപ്റ്റ്, നമ്മൾ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എത്ര ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ആണോ കയറ്റി വിടുന്നത്, അത് ആനോഡിനും കാഥോഡിനും തുല്യമായിട്ട് തന്നെയാണ്. രണ്ടിടത്തും അത്രയും കറണ്ട് ഉണ്ടാവും ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, കാഥോഡ് അല്ല ആനോഡ് പോസിറ്റീവാണ്, ശരിയല്ലേ? അവിടെ നിന്ന് സൊല്യൂഷനിലൂടെ കാഥോഡിൽ കയറി എങ്കിലല്ലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ രണ്ടിടത്തും അത്രയും കറണ്ട് ഉണ്ടെന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 67.2 ആണ് ആൻസർ അതിനകത്ത് വരിക. 67.2 ഉണ്ടല്ലോ ആൻസർ. ഐഡിയ മനസ്സിലായല്ല? മനസ്സിലായി. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. Calculate the weight of copper that will be deposited at the cathode in the electrolysis of 0.2 molar solution of copper sulfate when quantity of electricity equal to that required to liberate 22.4 liter of hydrogen at NTP from 0.1 molar aqueous sulfuric acid is passed atom mass of copper 63.5 അല്ലേ? കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മളെ പറ്റിക്കാൻ നോക്കുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാം. Calculate the weight of copper that will be deposited at the cathode in the electrolysis of 0.2 molar solution of copper sulfate when quantity of electricity equal to that required to liberate 22.4 liter of hydrogen at NDP from 0.1 molar aqueous solution aqueous sulfuric acid. നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്തേ 2.2 ശരി തന്നെ, 2.2 ലിറ്റർ. സാർ വയസ്സായി കണ്ണ് കാണുന്നില്ല. അപ്പോൾ 2.2 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അറ്റ് NTP ഫ്രം 0.1. എവിടെ നിന്ന് കിട്ടിയെന്നല്ല, എത്ര കിട്ടിയെന്നതിനാണ് ഇമ്പോർട്ടൻസ്. 0.1 മോളാർ സൾഫ്യൂരിക് ആസിഡിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അവിടെ നിന്ന് കിട്ടിയ ഹൈഡ്രജൻ്റെ എമൗണ്ടിനാണ് ഇമ്പോർട്ടൻസ്. അവിടെ നിന്ന് കിട്ടിയത് 2.2 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അല്ലേ കിട്ടിയത്? ഓക്കെ, 2.2 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം? അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, 22.4 ലിറ്റർ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ഗ്രാം ആണ്. അപ്പോൾ 2.2 ലിറ്റർ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.2 ഗ്രാം. ശരിയല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഇത് കാണിച്ചില്ല. അപ്പോൾ 22.4 ലിറ്റർ 2 ഗ്രാം, 2 ലിറ്റർ ഹൈഡ്രജൻ 0.2 ഗ്രാം ആയിക്കോട്ടെ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ? W1/W2 = E1/E2. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ W1 എത്ര? 0.2 ഗ്രാം ഡിവൈഡ് ബൈ W2 എത്ര? W2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം അല്ലേ? കണ്ടുപിടിക്കുകയല്ലേ ചെയ്യണത്. ഒന്നാമത്തെ ആളിന് ഹൈഡ്രജൻ്റെ ഇക്വലന്റ് മാസ് 1. രണ്ടാമത്തെ സബ്സ്റ്റൻസ് ഏതാ? കോപ്പറാടാ. അത് 31.75 അല്ലേ അതിൻ്റെ ഇക്വലന്റ് മാസ്. അപ്പോൾ W1 ആയി, W2 ഇവിടെ E1, ഇവിടെ E2. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കാണുന്ന 2.2 മോളാറും 0.1 മോളാറും എന്നുള്ള വാല്യൂസിനൊന്നും ഇവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്ക് എപ്പോഴും അബദ്ധം പറ്റും. പിന്നെ ഇത് അവിടെ 0.2 കിടക്കും, ഞാൻ അതെടുക്കണോ, അവിടെ നിന്ന് എത്ര കിട്ടുമായിരിക്കും എന്നൊക്കെ ടെൻഷൻ ആയിരിക്കും. ഇതൊന്നും വേണ്ട. എത്ര കിട്ടി, എവിടെ നിന്ന് കിട്ടിയത് ഇമ്പോർട്ടൻസ് അല്ല, എത്ര കിട്ടി. ആ കിട്ടിയ എമൗണ്ട് ഒരാളുടെ അറിയാമെങ്കിൽ W1/W2 = D1/E2 ഉപയോഗിച്ച് അടുത്തത് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36.
1.08 gram of pure silver was converted into silver nitrate and its solution was taken in a beaker. ആയിക്കോട്ടെ, 1 gram of pure silver അല്ലേ. It was electrolyzed using platinum cathode and silver anode. 0.1 Faraday of electricity is passed using 0.5 volt above the decomposition potential of silver. Okay. The silver content of the beaker after above shall be. നിങ്ങൾ 1.08 gram of pure silver അല്ലേ എടുത്തത്? എത്ര ഫാരഡേ ആണ് കടത്തി വിട്ടത്? ക്വസ്റ്റ്യനിലുണ്ട് 0.01 ഫാരഡേ. ക്വസ്റ്റ്യൻ അവസാനിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, 1 ഫാരഡേ കടത്തി വിട്ട 108 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യോടാ സിൽവർ ആണെങ്കിൽ. 0.01 ഫാരഡേ കടത്തി വിട്ട എത്ര ഡെപ്പോസിറ്റ് ചെയ്യോടാ? 2 പ്ലേസ് മാറ്റി ഇട്. 1.08 ഗ്രാം. ഡൗട്ടൊന്നുമില്ലല്ലേ? അപ്പോൾ അതാണ് ഞാൻ ക്വസ്റ്റ്യൻ അവസാനിച്ചു. ഇതാ നോക്കൂ, 1.08 സിൽവർ അല്ലേ നിങ്ങൾ എടുത്തത്? 0.01 ഫാരഡേ അല്ലേ നിങ്ങൾ കടത്തി വിട്ടത്? അപ്പോൾ 1.08 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ്. അങ്ങനെ 1.08 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല. സോ ആൻസർ എത്ര കിട്ടും? 0 ഗ്രാം. മനസ്സിലായോ? Next question. Question number 37. An electrolytic cell contains a solution of Ag2SO4 and has a platinum electrode. A current is passed until 1.6 gram of oxygen has been liberated at anode. The amount of silver deposited at cathode would be amount of silver. അപ്പോൾ the current, okay, oxygen amount ഉണ്ടല്ലോ. ഇനി എന്ത് പറയാനാണ്? W1/W2 = D1/E2 ചെയ്യുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ എ കറണ്ട് ഓഫ് 38 അല്ലേ, എ കറണ്ട് ഓഫ് 2 ampere passed for 5 hours through a molten metal salt decomposes 22.2 gram of metal. The oxidation state of the metal in the metal salt is W = M × I × T divided by 96,500 V. ചാർജ് ഓക്സിഡേഷൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ V കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമ്മൾ V കണ്ടുപിടിക്കണം. W എത്ര? 22.2 തന്നിട്ടുണ്ട്. M അറ്റോമിക് മാസ് എത്ര? 177 M അല്ലേ. I കറണ്ട് ഇൻ ആംപിയർ 2 × T ടൈം ഇൻ സെക്കൻഡ് 5 × 60 × 60 ഡിവൈഡ് ബൈ 96,500 × V കണ്ടുപിടിക്കണം. ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്പ ടഫാണ്, ഒന്ന് വായിച്ചു നോക്കിയാണ്. ഓൺ പാസിംഗ് എ കറണ്ട് ഓഫ് 1 ampere for 16 minutes and 5 seconds through a 1 liter of CuCl2. All copper of the solution was deposited in the cathode. The strength of CuCl2 solution was. അപ്പോൾ തിരിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓൺ പാസിംഗ് എ കറണ്ട് ഓഫ് 1 ampere for 16 minutes and 5 seconds through 1 liter of CuCl2. All copper of the solution was deposited at the cathode. The strength of CuCl2 solution was. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പല രീതിയിൽ കണ്ടുപിടിക്കുക. ആൻസർ മൊളാരിറ്റിയിലല്ലേ കിടക്കുന്നത്? നോർമാലിറ്റി ഉണ്ട് അല്ലേ. മൊളാരിറ്റി ഉണ്ട്, നോർമാലിറ്റി ഉണ്ട്. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. നമ്പർ ഓഫ് gram equivalence is equal to normality into volume in liter. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. W is equal to E into I into T divided by 96,500 V അല്ലേ? V ഇല്ല. അപ്പോൾ W/E given mass by molecular mass number of moles, given mass by equivalent mass number of gram equivalents. അപ്പോൾ അത് IT divided by 96,500 ആണ് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ്. ക്വസ്റ്റ്യനിൽ കറണ്ട് ഇൻ ആംപിയർ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. 1 ampere into ടൈം ഇൻ സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം.
5 എത്ര പറഞ്ഞ 16 മിനിറ്റ് 5 സെക്കൻഡ് അല്ലേ? അപ്പോൾ 16 × 60 + 5 അല്ലേ? അതെത്ര കിട്ടും? കണ്ടുപിടിച്ചേ. 16 × 60 16 × 6 എത്ര? 965 എന്ന് അങ്ങനെ കിട്ടുന്നത് 96,500 കറക്റ്റ് അല്ലേ? 0.01 gram equivalents എന്ന് കിട്ടും. നമ്പർ ഓഫ് gram equivalents കിട്ടി 0.01 ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു വോളിയം ക്വസ്റ്റനിൽ കാണും. പറഞ്ഞോ. ഉണ്ടോ? വോളിയം ഉണ്ടോ ക്വസ്റ്റനിൽ? 1 ലിറ്റർ. അപ്പൊ നോർമാലിറ്റി കിട്ടി. നോർമാലിറ്റി ഈക്വൽ ടു 0.01. ഓപ്ഷൻ നോക്കി 0.01 എന്നുള്ള നോർമൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് മൊളാരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാം. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു എക്സ് എന്നല്ലേ? അപ്പോൾ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ബൈ എക്സ് എന്നല്ലേ? അപ്പോൾ 0.01 ഡിവൈഡ് ബൈ കോപ്പർ സൾഫേറ്റിന്റെ വാലൻസി അവിടെ 2 വരും ചാർജ്. കോപ്പർ സൾഫേറ്റ് Cu2+ അല്ലെങ്കിൽ SO4 - സാൾട്ട് ആണെങ്കിൽ ടോട്ടൽ പോസിറ്റീവ് ഓർ ടോട്ടൽ നെഗറ്റീവ്. മനസ്സിലായില്ലടാ? അപ്പോൾ എന്താണ് വളരെ ഈസി ആയിട്ട് 0.01 ഡിവൈഡ് ബൈ 2 എത്ര? അതിൻ്റെ പകുതി 0.005. 0.1ന്റെ പകുതി 0.5 അല്ല, അത് അതിനേക്കാൾ വലിയ നമ്പറാണ്. ശരി, മനസ്സിലായാ? എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ ആണ്. ആ വലിയ ക്വസ്റ്റ്യൻ എത്ര സിമ്പിളായിട്ട് ചെയ്ത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് വേ ഓഫ് തിങ്കിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് പ്രധാനപ്പെട്ടത്. ഞാനിപ്പോൾ എന്താ ചിന്തിച്ചത്? ഞാൻ ജസ്റ്റ് നമ്പർ ഓഫ് gram equivalents is equal to നോർമാലിറ്റി ഇൻറ്റു വോളിയം ലിറ്റർ തന്നെടുത്തുന്നത്. ഞാൻ നമ്പർ ഓഫ് gram equivalents കണ്ടുപിടിച്ചു. നോർമാലിറ്റി അത് കോൺസെൻട്രേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നേരെ അവിടെ നിന്ന് വോളിയം ലിറ്റർ ഇട്ട് കൊടുത്തു, അത് കിട്ടി. അപ്പം നോക്കിയപ്പോൾ നോർമാലിറ്റിയിലല്ല. അപ്പം മൊളാരിറ്റി നോർമാലിറ്റി ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു എക്സ് എന്നുള്ള ഐഡിയയിൽ ഉപയോഗിച്ചിട്ട് ചെയ്ത്. ക്ലിയർ? ഓക്കെ. അടുത്തിനി എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 40. How many Faradays of electricity are required to generate 1 gram atom of magnesium from MgCl? അല്ലേ? 1 gram atom of magnesium. 1 gram atom means 1 mole. Okay. 1 gram equivalent, 1 gram atom means 1 mole. 1 mole of magnesium means 24 gram. മക്കളെ 12 gram ഡെപ്പോസിറ്റ് ചെയ്യാൻ 1 ഫാരഡേ, 24 gram ഡെപ്പോസിറ്റ് ചെയ്യാൻ 2 ഫാരഡേ. അപ്പോൾ 2 ഫാരഡേ ആണ് ആൻസർ. അതെങ്ങനെയൊക്കെയാണ് സാർ അത് പറയുന്നത്? മഗ്നീഷ്യമാണ് ചോദിച്ചത്. അതിൻ്റെ 1 gram ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് മാസം ഗ്രാമാണ്. അത് 12 gram ആണ്. ശരി. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് നമ്മൾ ഈസിയായിട്ട് ചെയ്യാം. അതായത് 1 gram ആറ്റം. 1 gram ആറ്റം മീൻസ് 1 gram ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര? 1 mole. 1 mole മീൻസ് 24 gram. സോ 12 ഗ്രാമിന് 1 ഫാരഡേ. അപ്പോൾ 24ന് 2 ഫാരഡേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 41. The cost of electricity producing 1 kilogram of magnesium from molten MgCl2 by electrolysis is 9. The cost of electricity produced 10 gram of aluminum by electrolysis of Al2O3 dissolved in molten cryolite will be. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 1 കിലോഗ്രാം മഗ്നീഷ്യത്തിന് 9 രൂപയായി. 10 കിലോഗ്രാം അലുമിനിയത്തിനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇന്നലെ ഞാൻ പഠിപ്പിച്ചെന്നായിരുന്നു 10 കിലോഗ്രാം അലുമിനിയത്തിന് തുല്യമായ മഗ്നീഷ്യത്തിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പം ചെയ്യാൻ പറ്റുമോ? അതോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. W1/W2 = E1/E2. W1 എന്ന് പറയുന്നത് 10 കിലോഗ്രാം കൊടുക്കുക, W2 കണ്ടുപിടിക്കുക. E1 മഗ്നീഷ്യത്തിൻ്റെ ഇക്വലൻ്റ് മാസ് 12 ആണ്, അലുമിനിയത്തിൻ്റെത് 9 ആണ്. അവിടെ നിന്ന് 10 കിലോഗ്രാം അലുമിനിയത്തിന് തുല്യമായ മഗ്നീഷ്യത്തിൻ്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ 1 കിലോഗ്രാമിന് 9 ആണെങ്കിൽ കിട്ടുന്നതിന് എത്ര എന്ന് കണ്ടുപിടിച്ചാൽ ആൻസറായി. ചെയ്യാൻ പറ്റുമെന്നാ? അതോ ഇപ്പോൾ ചെയ്ത് കാണിക്കണമെന്നാ?
അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 43. ഓക്കെ, 43 എന്താണ്? The quantity of electricity required to reduce 0.15 mole of MnO4 minus to Mn2 plus in acidic medium. Simple question. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ആൻസർ പറയാൻ പറ്റും. MnO4 minus Mn2 plus ആകുമ്പം ഡിഫറൻസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ 5 ആണ്. അപ്പോൾ 5 മോൾ ഇലക്ട്രോണാണ് അവിടെ ഇൻവോൾവ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 0.15 × 5 എടുക്കണം. കാരണം 1 മോൾ MnO4 മൈനസിനാണ് 5 മോൾ ഇലക്ട്രോൺ. അപ്പോൾ 2 മോളിന് 2 × 5, 0.15 മോളിന് 0.15 × 5 അത്രയും ഫാരഡേ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഈശ്വര, ഈ എന്താണ് ഇതിൽ ഇരിക്കുന്നവർക്ക് ബാക്കിയുള്ളവർക്ക് കൂടെ സംസാരശേഷി കൊടുത്തിരിക്കണേ ഈശ്വര എന്നാണ് എൻ്റെ പ്രാർത്ഥന. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 44. The quantity of electricity in Faraday required for reducing 0.1 mole of nitrobenzene to aniline in acidic medium if the process is 80% efficient എന്നാണ് ക്വസ്റ്റ്യൻ. The quantity of electricity in Faraday required reducing 0.1 mole of nitrobenzene to aniline in acidic medium if the process is 80% efficient. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. നൈട്രോബെൻസീൻ ഉണ്ട്, എന്താക്കി മാറ്റണം? അനിലിനാക്കി മാറ്റണം. നൈട്രോജൻ ബെൻസീൻ ആരാ? C6H5NO2 എന്താക്കി മാറ്റുക? C6H5NH2 അല്ലടേ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 4 വരും. റെഡ്യൂസിങ് 0.1 mole of nitrobenzene if 80% എഫിഷ്യൻസിയേ ഉള്ളൂ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. തിരിച്ച് കണ്ടുപിടിക്കണം. പിന്നെ അസിഡിക് മീഡിയം nitrobenzene to aniline. ജസ്റ്റ് ഒരു മിനിറ്റ്. NCERT ബുക്ക് ഉണ്ടോ കയ്യിൽ? NCERT ബുക്ക് എടുത്ത് പിന്നെ അതായത് എവിടുത്തെ NCERT ബുക്കാണ്? നമ്മുടെ ഇലക്ട്രോകെമിസ്ട്രി ചാപ്റ്റർ വരുന്ന NCERT ബുക്ക് ഉണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ട് വാ. ഞാൻ ഇവിടെ NCERT ബുക്കിൽ കണ്ടുപിടിക്കണം. എടുത്താ അതിൻ്റെ എക്സസൈസിൽ നൈട്രോബെൻസീൻ ടു ആനിലിൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് നോക്കിയാണ്, ഞാൻ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എക്സസൈസ് അല്ലെങ്കിൽ ഇൻ ടെക്സ്റ്റ്. ഇല്ലേടാ, കണ്ടില്ലേ? How long the hydrogen passing through metal salt ഇല്ല, അതിനകത്തില്ല. അതോട്ടിരിക്കട്ടെ, നമ്മൾ ഈ ഡിസ്കഷൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നൈട്രോബെൻസീനെ
നമ്മൾ അനിലിനാക്കി മാറ്റുമ്പോൾ ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ചെയ്യാം. 45 ഒരു മിനിറ്റ്. 45 എന്താ? എ തിൻ കോപ്പർ പ്ലേറ്റ് ഈസ് ഇലക്ട്രോപ്ലേറ്റഡ് വിത്ത് ഗോൾഡ് യൂസിങ് ഗോൾഡ് 3 chloride in HCl. The current was passed for 20 minutes and the increase in weight of the plate was found to be 2. The current passed. Increase in weight means deposit ചെയ്ത എമൗണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഐ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ആ ഐ ഒന്ന് കണ്ടുപിടിച്ചാൽ അപ്പോഴത്തേക്ക് ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, എവിടെയോ കഴിഞ്ഞോ? എ തിൻ കോപ്പർ പ്ലേറ്റ് ഈസ് ഇലക്ട്രോപ്ലേറ്റഡ്. ഗോൾഡ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഡബ്ല്യു എത്രയാണ്? 2 gram. M197 അല്ലേ? ഐ കണ്ടുപിടിക്കണം. T 20 minutes 20 into 60 divided by 96,000 farad into ഗോൾഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3 എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് 3 എന്ന് തന്നിട്ടുണ്ട്. ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, മറ്റേ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. എനിക്ക് ഐഡിയ വന്ന് 44 ചെയ്യട്ടാ. ഓക്കെ, അപ്പം നോക്കിയേ. ഓക്കെ, ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിലിൻ നൈട്രോബെൻസീൻ ടു അനിലിൻ അല്ലേടാ. C6H5NO2 അതിനെ അനിലിൻ ആക്കണം. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത് തന്നെയാണ് കറക്റ്റ്. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, NO2-ൽ 2 ഓക്സിജനുണ്ട്. ആ 2 ഓക്സിജൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ഓരോ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 അല്ലേടാ. അത് കളയണമെങ്കിൽ 2 ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കണം O ആയിട്ട് കളയാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ നിന്ന് ഓക്സിജൻ പുറത്ത് പോകണമെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് 2 ഓക്സിജനാണ് പോയത്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് വിൽ ബി 4. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് വിൽ ബി 4 ആണെങ്കിൽ ഓക്കെ, കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? The quantity of electricity in Faraday required for reducing 0.1 mole of nitrobenzene ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതുപോലെ കറണ്ട് എഫിഷ്യൻസി 80% എന്നുണ്ട്. ശരി, അപ്പം നിങ്ങൾ നോക്കുക. 0.1 മോൾ നൈട്രോബെൻസീൻ ആണെങ്കിൽ 1 മോൾ നൈട്രോബെൻസീൻ ആണ് 4 ഇലക്ട്രോൺ. അപ്പോൾ 0.1 മോൾ ആണെങ്കിൽ 0.1 into 4 ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.4 മോൾ എന്ന് കിട്ടും. 0.4 മോളിന് 0.4 ഫാരഡേ ആണ് ചിലവാവുക. പക്ഷെ അതല്ല ആൻസർ. കാരണം കറണ്ട് 100% എഫിഷ്യൻ്റ് ആകുമ്പോഴാണ് ഇത് കറക്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന കറണ്ട് ചാർജ് Q ആണ്. അതിൻ്റെ 80% ഉപയോഗിച്ചിട്ട് വേണം
കാരണം അത്ര എഫിഷ്യൻസിയേ ഉള്ളൂ ഇത് നടക്കാൻ വേണ്ടിയിട്ട്. അതാണ് 0.4 ഫാരഡേ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ക്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.4 × 100 ഡിവൈഡ് ബൈ 80 എന്ന് വരും. ഓക്കെ, അത് എത്രയാണ്? 40/80 എന്നാണ് വരുന്നത്. 4/8 1/2 ആടേ. 0.5 ഫാരഡേ എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ 0.5 ഫാരഡേ ഉണ്ടോ? ഇല്ലല്ലേ, എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നല്ലോ. 0.6 റിഡക്ഷൻ. 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ 0.2 വരും. അപ്പോൾ Q × 80 ഡിവൈഡ് ബൈ 100 = 0.2. അപ്പോൾ എന്താണ്? 20/80 വരും. അത് 1/4 വരും. 1/4 0.25 ആവേ ഉള്ളൂ. ഇവിടെ ഒരൊറ്റ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. The quantity of electricity in Faraday required reducing 0.1 mole of nitrobenzene to aniline in acidic medium if the process is 85% efficient. Nitrobenzene. അത് കീ കിടക്കുന്നത് 0.75 ആണ്. 0.75 എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 46 ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്കും 46 എന്തായിരുന്നു? എ കറണ്ട് ഓഫ് 0.268 ആംപിയർ പാസിംഗ് ഫോർ 5 hours through a metal salt solution deposits 1 gram of the metal on cathode. Atomic mass of the metal is 60. What is the formula of the chloride of the metal? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അവിടെ നിന്ന് കറണ്ട് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, ഡെപ്പോസിറ്റ് 1 gram, ക്വസ്റ്റ്യനിൽ പിന്നെ W ഉണ്ട്, അറ്റോമിക് മാസ് ഉണ്ട്, വി വാലൻസി മാത്രം കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ വാലൻസി കണ്ടുപിടിച്ച വി ചെയ്താ? വി ചെയ്. ഒരു മിനിറ്റ്. എന്തോ ഡിഫറൻസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എടുത്താൽ കിട്ടും. അതിൽ ജസ്റ്റ് ഒരു മിനിറ്റ്. 6 ഇലക്ട്രോൺ കിട്ടും. 6 ഇലക്ട്രോൺ കിട്ടുന്നത് അല്ല, ഞാനാണെങ്കിൽ ഇതിനകത്ത് നോക്കിയപ്പോൾ
ഞാൻ ചെയ്തത് 0.6 ഫാരഡേ. അത് നൈട്രോബെൻസീനും നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് നോക്കിയത് അല്ലേ? മൊത്തം എലമെൻറ്റിൻ്റെയും ഒരാൾക്കാരുടെയും അങ്ങനെയല്ല. C6H5 അല്ല, എനിക്ക് ഈ ഞാൻ 6 ഇലക്ട്രോൺസ് ഒന്ന് നോക്കി, പക്ഷേ ഞാനത് കൺവിൻസ്ഡ് അല്ല. അതുകൊണ്ട് ഞാനത് എങ്ങനെയാണ് 6 ഇലക്ട്രോണിൻ്റെ ഡിഫറൻസ് വരുന്നത് ഞാൻ നോക്കുമായിരുന്നു. C6H5 NH2. ഇപ്പം നൈട്രൻ്റെത് മാത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് വിടാം. ഇതങ്ങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും വിട്ട് കഴിഞ്ഞാൽ നൈട്രജൻ NO2. ഇതിൽ നൈട്രജൻ്റെത് ഓക്സിജൻ +4. ഇവിടെയാണെങ്കിൽ -2. വഴി ഉണ്ടാക്കാം. ഓക്കെ, അതായത് ഒന്ന് നോക്കി എല്ലാവരും. C6H5 NO2 C6H5 NH2 ആയിട്ട് മാറി. അവിടെ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NO2 NH2 ആയിട്ടാണ് മാറിയത്. അപ്പോൾ ആരുടെ ഓക്സിഡേഷൻ നമ്പറാണോ ചേഞ്ച് ചെയ്യുന്നത് അയാൾക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്. 6 കാർബണും 6 ഹൈഡ്രജനും അവിടെ ഉണ്ട്. നൈട്രജനോടൊപ്പം ഉണ്ടായിരുന്ന ഓക്സിജനാണ് NH2 ആയിട്ട് മാറിയത്. അപ്പം ഞാൻ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു. നൈട്രജൻ്റെ ഓക്സിഡേഷൻ ഇത് C6H5 ആണല്ലോ, ഇതും C6H5 ആണ്. അപ്പുറത്തും ഇപ്പുറത്തും C6H5 ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള അതേ ഇമ്പാക്റ്റ് തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനൊന്ന് മാറ്റി നിർത്തി. അതായത് കാർബണിൻ്റെ 4 ഹൈഡ്രജൻ ഒന്നും എടുക്കാൻ പോയില്ല, എൻ്റെ ആവശ്യമില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിളാക്കി. നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എനിക്ക് അറിയാൻ മേല. ഓക്സിജൻ്റെ -2 ഉള്ള 2, അപ്പം അയാൾക്ക് -4. അപ്പോൾ നൈട്രജൻ്റെ സ്വാഭാവികമായിട്ടും +4 ആയിരിക്കും. ഈ NH2വിൽ ഹൈഡ്രജൻ്റെത് 1 ആണ്, +1 ആണ്. 2 ഹൈഡ്രജൻ ആകുമ്പോൾ +2. അപ്പോൾ സ്വാഭാവികമായിട്ടും നൈട്രജൻ്റെത് -2. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്. അതാണ് നമ്മളെല്ലാ പ്രോബ്ലം ചെയ്തത്. MnO4 - Mn2+ ആവുന്ന 5 ഇലക്ട്രോൺ ഇൻവോൾവ് ആയി. അങ്ങനെയല്ലേ പഠിച്ചത്? അപ്പോൾ ഈ ഡിഫറൻസ് നോക്കിയാൽ മതി. ആ ഡിഫറൻസ് -2ഉം +4ഉം. ഡിഫറൻസ് എപ്പോഴും വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 4 - -2 അപ്പോൾ 6 ഇലക്ട്രോൺസ് ആയി. 1 മോളിനാണ് 6 ഇലക്ട്രോൺ. 0.1 മോളിന് 0.6 ഇലക്ട്രോൺ, 0.6 മോള്. 1 മോളിന് 1 ഫാരഡേ, 0.6 മോളിന് 0.6 ഫാരഡേ. അപ്പോൾ Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഇൻറ്റു അതിൻ്റെ 80% എത്രയാണോ അതാണ് ഞാൻ നേരത്തെ എഴുതിക്കണം, ഈ 0.6. അപ്പോൾ Q എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60/80 എന്ന് വരും. അത് എന്താണ് 60/80 എന്ന് പറയുമ്പോൾ 3/4 എന്ന് വരും. 20 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0.75 എന്ന് വരും. അത് ആൻസർ ഉണ്ട്, 0.75. അതാണ് എൻ്റെ ആൻസർ. മനസ്സിലായല്ല? കുഴപ്പമില്ലല്ലോ? ഓക്കെ, ശരി. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എവിടെ എത്തി നിൽക്കുകയായിരുന്നു? 46 നിൽക്കുകയായിരുന്നു. ബാലൻസ് കിട്ടിയാ? ബി കിട്ടിയാ ഗൗരി? അതെ, 3 ആണ്. അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വലി അവിടെയുള്ള എലമെൻറ്റ് M3+ എന്നാണ് അതിൻ്റെ മീനിങ്. ക്വസ്റ്റ്യൻ അതല്ല. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദ മെറ്റൽ ക്ലോറൈഡ് എന്നാണ്. മെറ്റൽ ഓക്സൈഡിൻ്റെ ഫോർമുല, മെറ്റൽ ക്ലോറൈഡിൻ്റെ ഫോർമുല, മെറ്റൽ ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല, മെറ്റൽ കാർബണേറ്റിൻ്റെ ഫോർമുലയൊക്കെ എക്സാം ചോദിച്ചേക്കാം. മെറ്റൽ ക്ലോറൈഡ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ Cl- എഴുതി, എന്നിട്ട് 1 ഇവിടെയും 3 ഇവിടെ ഇടണം. അപ്പോൾ ഫോർമുല MCl3 എന്നാവും. മെറ്റൽ ഓക്സൈഡ് ആണ് ചോദിച്ചെങ്കിൽ M3+ ഇവിടെ ഉണ്ട്, ഓക്സൈഡ് O2- 2 ഇവിടെ 3 ഇവിടെ. അപ്പോൾ എന്ത് കിട്ടും?
M2O3. മെറ്റൽ കാർബണേറ്റ് ആണെങ്കിൽ M3+ ഇവിടെ, കാർബണേറ്റ് CO3 2-, അപ്പോൾ 2 ഇവിടെ 3 ഇവിടെ, അപ്പോൾ M2CO3 ത്രൈസ് വരും. മനസ്സിലായോ? അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47 അല്ലേ. 4.5 gram of aluminium is deposited at the cathode from Al3+ solution by a certain quantity of electric charge. The volume of hydrogen produced at STP from H+ ions in solution by the same quantity of electric charge will be എന്നാണ് അല്ലേ. അപ്പോൾ 4.5 gram of aluminium is deposited തന്നിട്ടുണ്ട് ചാർജ്. വോളിയം ഓഫ് ഹൈഡ്രജൻ എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇതിപ്പം ഒരാളുടെ മാസം മറ്റേയാളുടെ വോളിയം തമ്മിലാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്താണ് റേഷ്യോ എടുത്ത് ചെയ്യാം. ഇപ്പം നോക്കിക്കോ, അത് ഞാൻ ഒരു ഐഡിയ പറയാം. ബോഡി വയ്ക്കുകയാണ്. W = എന്താ ഇക്വേഷൻ? W/M = എന്താ ഇക്വേഷൻ? W/E ഇക്വേഷൻ പറ. W/E = I × T / 500. ഓക്കെ. വോളിയം ഓഫ് ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യിപ്പിക്കേണ്ടത്? വോളിയം ഓഫ് ആരാകട്ടെ? വോളിയം ഓഫ് ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ അല്ലേ എന്നിട്ടുള്ളത്? ഹൈഡ്രജൻ. വോളിയം ഓഫ് ഹൈഡ്രജൻ എത്ര? 11.2 × I × T / 96,500. ശരിയല്ലേ? അപ്പോൾ അതിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. W 4.5 gram ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ടെന്ന് തോന്നുന്നു. ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് E. വാട്ട് ഈസ് ഇക്വലന്റ് മാസ് ഓഫ് അലുമിനിയം ആണോ? ഇക്വലന്റ് മാസ് 9 = പിന്നെ എത്രയാണ്? 11.2 ആടേ. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഹൈഡ്രജൻ. അതിവിടെ ഉണ്ടല്ലോ, അതെഴുതാൻ വിട്ടുപോയി. അതായത് റേഷ്യോയിൽ നമ്മൾ എടുത്തത്, അതായത് ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ഇത് ക്യാൻസലായി പോകും. W/E എഴുതിയിട്ടുണ്ട്, വോളിയം ഓഫ് ഹൈഡ്രജൻ. ഇത് 11.2. ഓക്കെ ആണോ? വോളിയം ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുക വേഗം. 7:30 to 9:30 നൈറ്റാണ് ഓൺലൈൻ ക്ലാസ്. 11th 12,000 ആണ് അവരുടെ ഫീസ് വരുന്നത്. 2 പ്രാവശ്യമായിട്ട് അടയ്ക്കാം. 8,000 + 4,000. 4,000 ഒക്ടോബറിൽ അടച്ചാൽ മതി. ഇപ്പോൾ ക്ലാസ്സിൽ കയറാം. ക്ലാസ്സിൽ കയറിയിട്ട് ഒരു 2 weeks നോക്കാം. കംഫർട്ടബിൾ ആണെങ്കിൽ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് അല്ല, കഴിഞ്ഞ 2 ക്ലാസ്സിൻ്റെ വീഡിയോ തരാം. അതിൽ ഫസ്റ്റ് വീഡിയോ ഞാനിപ്പോൾ അയച്ചിട്ടുണ്ട്. അതും ഒരു വീഡിയോ കൂടെ ഉണ്ട്. അവിടെ കണ്ടു കഴിഞ്ഞാൽ മൺഡേ വരുമ്പോഴത്തേക്കും ലൈവ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ടൊന്ന് വിളിച്ചാൽ മതി. ടൈമിംഗ്
നൈറ്റ് ആണ് 7:30 to 9:30 മൺഡേ ആൻഡ് വെനസ്ഡേ. ചെയ്ത് കഴിഞ്ഞാടാ? ready, sir. ഓക്കെ, എത്ര ഡി ആൻസർ? 22.4. തെറ്റിയാ എവിടെയെങ്കിലും? ദൈവമേ, 5.6 ആണ്. ഇത് ചെയ്തപ്പോൾ തെറ്റിയാ നിങ്ങൾക്ക്? വോളിയം ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റഡ് അതല്ലേ കണ്ടുപിടിച്ചത്? ഈക്വൽ ടു 4.5 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 11.2. ഇത് അവിടെ പോയി ഇതിങ്ങോട്ട് താഴോട്ട് വന്നു. അല്ല, ഇത് താഴെയല്ലേ വന്നത്? വോളിയം ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റഡ് ഇസ് ഈക്വൽ ടു ഇതെത്ര? 4.5 ഡിവൈഡ് ബൈ 9.5 അല്ലടേ? വോളിയം ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു 11.2. അപ്പോൾ ഇതവിടെ പോകും, അതിങ്ങോട്ട് വരും അല്ലേ? എവിടെയോ നമ്മളെടുത്തൊരു മിസ്റ്റേക്ക് വന്നോ? ഇല്ലല്ല. ഗിവൺ മാസ് ബൈ ഇക്വലൻ മാസ് IT ഡിവൈഡ് ബൈ 96,500. ഓക്കെ, അത് കറക്റ്റ്. വോളിയം ഓഫ് ഹൈഡ്രജൻ 11.2 Q ഡിവൈഡ് ബൈ 96. ഇതിൻ്റെ റേഷ്യോ നമ്മളെടുത്തു. റേഷ്യോ എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. 4.5 ഡിവൈഡ് ബൈ E. ഈക്വലൻ മാസ് അലുമിനിയം അല്ലേ തന്നിരിക്കണത്? അതെ. അപ്പം 9. The volume of hydrogen received from H+ solution, the same quantity of electric charge. അതെല്ലാം കറക്റ്റ് തന്നെ. 0.5 ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഹൈഡ്രജൻ is equal to 11.2. അപ്പോൾ വോളിയം ഓഫ് ഹൈഡ്രജൻ is equal to എന്തോക്കളെ? ഇതേ ഡിവൈഡ് ബൈ is equal to ഇതേ ഡിവൈഡ് ബൈ ഇത് 1 ഡിവൈഡ് ബൈ 11.2. ആൻസർ 5.6 കറക്റ്റാ. ഓക്കെ, കാരണം എന്താണ് ഇവിടെ എഴുതിയ മാത്തമാറ്റിക്സ് തെറ്റി. 4.9 ഇതേ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു ഇത് ക്യാൻസൽ ആയിപ്പോയി. ഇതേ ബൈ ഇതല്ലേ, അപ്പോൾ 1 ഡിവൈഡ് ബൈ 11.2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48. The ratio of quantity of electricity required to liberate 1 mole of aluminium from AlCl3, 2 moles of copper from CuSO4 and 3 moles of sodium from molten NaCl അല്ലേ? അപ്പം the ratio of quantity of electricity required to liberate 1 mole of aluminium. അപ്പം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. Liberate 1 mole of aluminium from AlCl3, 2 moles of copper from CuSO4 and 3 moles of sodium. അപ്പം നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ റേഷ്യോ നമുക്ക് എടുക്കാം. ഒന്നാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ റേഷ്യോ എത്രയാണ്? I/T അല്ലേ? അപ്പോൾ Q is equal to എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ? W ഡിവൈഡ് ബൈ E. W is equal to എന്ന് പറഞ്ഞാൽ W is equal to E into Q ഡിവൈഡ് ബൈ 96,500. കറക്റ്റ് ആണല്ലോ? അപ്പോൾ അവിടെ നിന്ന് Q എന്ന് പറഞ്ഞാൽ W into 96,500. ഓക്കെ ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകും. കാരണം അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് അല്ലേ കിടക്കുന്നത്. അപ്പോൾ W is equal to M into I/T ഡിവൈഡ് ബൈ 96,500 V. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇതാണ് Q. അപ്പോൾ Q is equal to W into 96,500 V ഡിവൈഡഡ് ബൈ M എന്ന് വരും. ഓക്കെ ഓക്കെ. ഇനി നോക്കിക്കോളണേ, Q1 is to Q2 is to Q3 എത്രയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഈ W ബൈ M ലാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പം N1 V1 is to N2 V2 is to N3 V3. ഓക്കെ, ഇത് മറ്റേ നമ്പർ ഓഫ് മോൾസ് ആണ്, നോർമാലിറ്റി ഒന്നും അല്ല. ഇത് നമ്പർ ഓഫ് മോൾസ്. ഒന്നാമത്തെ ആളിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ?
എല്ലാം നോക്കിയാണ് 3ൻ്റെ നമ്പർ ഓഫ് മോൾസ് നോക്കി എന്നിട്ട് എനിക്ക് പറഞ്ഞു തരണം. 1 mole ഓഫ് അലുമിനിയം, 2 moles ഓഫ് കോപ്പർ ആൻഡ് 3 moles ഓഫ് സോഡിയം. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞോ. ഒന്നാമത്തെ ആൾ അലുമിനിയം അല്ലേ ഇരുന്ന 1 mole × 3 അതിൻ്റെ വാലൻസി അല്ലേ? ഈസ്റ്റ്. ബാക്കി പറ. N2 രണ്ടാമത്തത് 2 × കോപ്പറിൻ്റെ വാലൻസി 2 അല്ലേ? ഈസ്റ്റ്. അടുത്ത ആര്? 3 moles ഓഫ് സോഡിയം ആണെന്ന് തോന്നുന്നു. 3 moles ഓഫ് സോഡിയം. അപ്പോൾ 3 × അതിൻ്റെ വാലൻസി എത്രയാണ്? 1. അപ്പോൾ 3:4:3 അല്ലേ? 3:4:3. ഓക്കെ, ഓപ്ഷൻ ഉണ്ടോ? 3:4:3 ഉണ്ടല്ലോ ഇല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിപ്പോയി അല്ലേ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ഒന്നും റിപ്പീറ്റ് വന്നില്ലായിരുന്നല്ലോ, ഈ ക്വസ്റ്റ്യൻ മാത്രമല്ലേ റിപ്പീറ്റ് വന്നിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ 1 farad ഓഫ് ഇലക്ട്രിക് എനർജി വുഡ് ഇവോൾവ്. 1 farad ഓഫ് ഇലക്ട്രിസിറ്റി എടുത്തു കഴിഞ്ഞാൽ 1 gram equivalent ഓഫ് ഹൈഡ്രജൻ കിട്ടും. അത് 1 gram ആണ്. 1 gram ഓഫ് ഹൈഡ്രജൻ ഉണ്ടാ? ഇല്ല. 1 mole ഓഫ് ഓക്സിജൻ ഉണ്ട്, 1 gram ആറ്റം ഓഫ് ഓക്സിജൻ ഉണ്ട്. 1 gram ആറ്റം ഓഫ് ഓക്സിജൻ 1 gram ഓഫ് ഓക്സിജൻ അല്ല കേട്ടോ, രണ്ടാണ്. 1 gram ആറ്റം ഓഫ് ഓക്സിജൻ മീൻസ് അറ്റോമിക് മാസ് ഇൻ ഗ്രാം അല്ല, 1 gram അറ്റോമിക് മാസ് ഇൻ ഗ്രാം ഓക്സിജനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 16 gram ആണ് 1 gram ആറ്റം ഓഫ് ഓക്സിജൻ്റെ മീനിങ്. ഇതിൽ 1 farad ആണ് കടത്തി വിടുന്നത്. 1 farad കയറ്റി വിട്ടാൽ എത്ര ലിബറേറ്റ് ചെയ്യും, അല്ല എത്ര ഡെപ്പോസിറ്റ് ചെയ്യും? 1 gram equivalent ആണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അത് ഓക്സിജൻ ആണെങ്കിൽ 8 gram ആണ്, ഹൈഡ്രജൻ ആണെങ്കിൽ 1 gram ആണ്. അപ്പോൾ ആൻസർ ഉണ്ടല്ലോ അതിനകത്ത്. ഏതാണ്? ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോളിസിസിൻ്റെ 50 ക്വസ്റ്റ്യൻ ആയി. ഇനി നേൺസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് അടുത്ത് ഞാൻ ചെയ്യേണ്ടത്. അപ്പം 71 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 71 മുതൽ ചെയ്യണം. ഞാൻ ഇപ്പോൾ 10 മണിയായി, നമുക്ക് ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തിട്ട് 10:30 തുടങ്ങാം. കുഴപ്പമുണ്ടോ? ഇല്ല. 10:30 തുടങ്ങിക്കഴിഞ്ഞാൽ 11:30 വരെ എടുക്കാം. 10:30 to 11:30. ഓക്കെ, അപ്പോഴത്തേക്കും 11:30 ആകുമ്പോൾ ആ ക്വസ്റ്റ്യങ്ങളെല്ലാം ചെയ്ത് തരത്തില്ല, പക്ഷേ അതിനകത്ത് 1-2 ഐഡിയകളൂടെ പറഞ്ഞു തരാറുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് ക്വസ്റ്റ്യനോട് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ചെയ്ത് നോക്കാമല്ലോ. ശരി, അപ്പം 10:30 പുതിയ ലിങ്ക് വരും കേട്ടോ. പുതിയ ലിങ്ക് വരും. ശരി.